എല്ലാവർക്കും നമസ്കാരം. മാസ്റ്ററായിട്ടിലേക്ക് സ്വാഗതം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Five of Pentacles, Ace of Cups, Fool card, Seven of Cups, Queen of Wands, Ten of Cups. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സംതൃപ്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ്. ഒത്തിരി നല്ല ആഘോഷവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറയാം. ആദ്യം തന്നെ ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി ആൻഡ് സെവൻ ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പുതിയൊരു സമയത്തിലേക്കാണ്, ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് തന്നെ എന്ന് പറയാം. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന ഇതുവരെ നിങ്ങൾ ജീവിച്ചു പോന്നിരുന്ന ഒരു സാഹചര്യത്തിലേ ആയിരിക്കില്ല ഇനി നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, നിങ്ങൾ സാമ്പത്തികമായിട്ടായിക്കൊള്ളട്ടെ, മറ്റു തലത്തിലായിക്കൊള്ളട്ടെ, മാനസികമായിട്ടോ, നിങ്ങളുടെ നിങ്ങൾ ജീവിക്കുന്ന ആ ഒരു സമൂഹം എന്തുമായിക്കൊള്ളട്ടെ, ഇതൊക്കെ വളരെയധികം നെഗറ്റീവായിട്ട് ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റമാണ്. സാമ്പത്തികമായിട്ട് നിങ്ങൾ വളരെയധികം ഉയരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. മാനസികമായിട്ട് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി ആൻഡ് ക്യൂൻ ഓഫ് ഫോൺസ് എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു വളരെ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുന്ന സമയമാണ്. അപ്പോൾ കഴിവുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് നിങ്ങൾ ചിത്രരചനയോ മറ്റു തലത്തിലുള്ള കലാപരമായിട്ടോ സാഹിത്യം, കഥ, കവിത, അല്ല സ്പോർട്സ് പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം താല്പര്യമുണ്ട് എന്നിരിക്കെ അതിൽ നിങ്ങൾക്ക് ഉയരാനുള്ള അവസരം കാണിക്കുന്നുണ്ട്. സ്കൂൾ, കോളേജ്, മറ്റ് തലങ്ങളിലൊക്കെ നിങ്ങൾക്ക് പ്രത്യേകം നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള അവസരം കിട്ടുകയാണ് ചെയ്യുന്നത്. എയ്സ് ഓഫ് കപ്സ് ആൻഡ് സെവൻ ഓഫ് കപ്സ് എനർജീസ് സൂചിപ്പിക്കുന്നത് ഈ ഒരു മാസം നിങ്ങൾ തുടങ്ങി വെക്കുന്ന പല കാര്യങ്ങളും മുന്നോട്ടേക്ക് വരുന്ന ഒരു 6 മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ളൊരു നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു മാസം ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതിപ്പോൾ ഒരു പുതിയ കോഴ്സ് ആവട്ടെ, പുതിയൊരു തരത്തിലുള്ള ജീവിത രീതി ആവട്ടെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആവട്ടെ, മറ്റെന്തെങ്കിലും കാര്യങ്ങളാവട്ടെ, നിങ്ങൾ ഈ ഒരു മാസം തുടങ്ങി വയ്ക്കുന്ന കാര്യം എന്ത് തന്നെ ആയാലും ഈ വരുന്ന 6-7 മാസത്തിനുള്ളിൽ അതിനൊരു വലിയൊരു വളർച്ചയാണ് ഉണ്ടായിരുന്നത്. ഫൂൾ കാർഡാണ്. അതേപോലെ ക്യൂൻ ഓഫ് വോൺസ് എനർജി. നിങ്ങളുടെ സ്വയം വിശ്വാസം, നിങ്ങളിലുള്ള വിശ്വാസം വളരെയധികം സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായിട്ട് തീരുമാനമെടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിൽ നിങ്ങൾക്കുള്ള വിശ്വാസം വളരെയധികം കൂടുതലായിരിക്കും. കാരണം ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് പൊതുവെ സപ്പോർട്ട് ഉണ്ടാവും. അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ എല്ലാവരും തന്നെ നിങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവും പല കാര്യങ്ങളിലും മുന്നോട്ടേക്ക് പോകാൻ. പൊതുവേ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്ത ആളുകൾ പോലും ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വീട്ടിൽ നിന്ന് അധികം സപ്പോർട്ട് കിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് നിങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു മാജിക്കാണ്. അപ്പോൾ നിങ്ങളൊരു മജീഷ്യനായിട്ട് മാറാണ്. നിങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത് മറ്റുള്ളവരുടെ സഹകരണമായിരുന്നു, ചുറ്റുപാടുമുള്ളവർ, നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോവുകയാണ്. അതായത് നിങ്ങൾക്ക് പിന്നെ ഒന്നിനെയും നിങ്ങൾക്ക് വിശ്വാസമായിരുന്നു, പക്ഷേ ചുറ്റുപാടുമുള്ളവരുടെ സപ്പോർട്ട് കൂടി കിട്ടുമ്പോൾ നിങ്ങൾ വലിയ ഉയരങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ എന്താണോ തുടങ്ങി വെക്കുന്നത് എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കുക. ഈ മാസം നിങ്ങൾ എന്ത് തുടങ്ങി വെച്ചാലും അത് ഉയരത്തിലേക്ക് വളർന്ന് പന്തലിക്കുകയാണ് ചെയ്യുക. വരുന്ന 6-7 മാസത്തിൽ നിങ്ങളിപ്പോൾ ഒരു ചെടി നടുകയാണെങ്കിൽ ഒരു 6-7 മാസത്തിൽ അതിന് നല്ല രീതിയിൽ
നല്ലൊരു വളർച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നു. അത് നിങ്ങൾ എന്ത് തന്നെ ചെയ്യുന്നുണ്ട് എങ്കിലും, അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ബിസിനസ്സാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു മാസത്തിൽ നിങ്ങൾ മുന്നേറ്റമാണോ ഉള്ളത്. അതേപോലെ പലതരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഈ മാസം നിങ്ങൾ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്താൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മാസം തുടക്കത്തിൽ തന്നെ ജോലിക്ക് അപ്ലൈ ചെയ്യുക. അതിനുള്ള ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു മാസത്തിൽ തന്നെ ഇൻ്റർവ്യൂ ലഭിക്കുകയാണെങ്കിൽ പരമാവധി ഈ ഇൻ്റർവ്യൂ നിങ്ങൾ പാസ്സാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം നിങ്ങളുടെ കോൺഫിഡൻസ് വളരെയധികം ബൂസ്റ്റപ്പ് ആയിട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നേറാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിൽ കാണുന്നുണ്ട്. പിന്നെ പലരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. പിന്നെ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ക്യൂനോഫോൺസ് എനർജി ആൻഡ് 10 ഓഫ് കപ്സ് എനർജി, അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് പുതിയൊരു മാറ്റം ജോലിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കമ്പനി മറ്റൊരു കമ്പനിയെ ഏറ്റെടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജർ മാറുന്നുണ്ടാവാം, അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫേവറിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന സ്ഥാപനത്തിലെ നിയമങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു കമ്പനി ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള നിയമങ്ങളോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിന് മുമ്പുണ്ടായിരുന്ന ബോസിൻ്റെ നിയമങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലായിരുന്നില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലായിരിക്കും പുതിയ നിയമവ്യവസ്ഥകളും കാര്യങ്ങളും വരുന്നത്. അതുകൊണ്ട് തന്നെ ജോലിയിൽ നിങ്ങൾക്ക് ശ്രദ്ധ കൂടുതലായിരിക്കും. നിങ്ങൾക്കൊരു സ്വാഭാവികമായിട്ട് നല്ലൊരു പോസിറ്റീവ് ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ സുഹൃത്തുക്കളായി, അതായത് ജോലിയിലുള്ള വ്യക്തികളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളത്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പൊതുവേ പറയുകയാണ് എങ്കിൽ കുറച്ച് ഒരു സമാധാനവും സ്വസ്ഥതയൊക്കെ ഉള്ളൊരു മാസമെന്ന് തന്നെ പറയാം. വലിയ രീതിയിൽ ചെലവുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു മാസമാണ്. പൊതുവിൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. റിട്ടയർമെൻറ്റ് ഫേസിൽ എത്തി നിൽക്കുന്നവരോ റിട്ടയർ ആയിട്ടുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവിതത്തിൻ്റെ അവസാനമല്ല, മറിച്ച് തുടക്കമാണ്, പുതിയൊരു തുടക്കം എന്ന് പറയാം. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എന്തൊക്കെയോ ചെയ്തിരുന്നു, പക്ഷെ ഇനിയാണ് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റം വരാൻ പോകുന്നത് എന്നുള്ളത്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾ എവിടെയെങ്കിലും ചടഞ്ഞുകൂടി ഇരിക്കേണ്ടി വരും എന്ന് ചിന്തിച്ചവർക്ക് അങ്ങനെയല്ല, മറിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളായിട്ട് തേടി പോകേണ്ടുന്ന ആവശ്യമില്ല, നിങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതേപോലെ 10 ഓഫ് കപ്സ് എനർജി ആൻഡ് ഫൂൾ കാർഡാണ്. നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ സമൂഹത്തിൽ എത്രത്തോളം എന്തൊക്കെ നിങ്ങൾക്ക് സമൂഹത്തിന് വേണ്ടി നൽകാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ സമൂഹത്തിൽ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് വേണ്ടിയിട്ട്, ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് പുറകോട്ടേക്ക് നിൽക്കുന്നവരോ മറ്റു തലത്തിലൊക്കെ സഹായങ്ങൾ ആവശ്യമുള്ളവർക്ക് സപ്പോർട്ടുമായിട്ട് ബന്ധപ്പെടുത്തി NGOs അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാഹചര്യം ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം പറയാനുള്ളത്, പലരും നിങ്ങളെ സൗഹൃദങ്ങളുണ്ടാവും, ജാതി മതവും അങ്ങനെയുള്ള പൊളിറ്റിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. അപ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചർച്ചകൾ, പല മതത്തിൽപ്പെട്ടവർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്ന സമാധാനപരമായിട്ടുള്ള ചർച്ചയാണെങ്കിൽ കൂടിയും അങ്ങനെയുള്ള കാര്യങ്ങൾ, പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്നത്, അങ്ങനെയുള്ള ഇടങ്ങൾ, രാഷ്ട്രീയം, ഇതുപോലുള്ള കാര്യങ്ങൾ, മതം, രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഈ 2 കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിൽക്കുക. എത്ര നല്ല സമാധാനപരമായിട്ടുള്ളതാണെങ്കിലും എത്ര നല്ല സുഹൃത്തുക്കളാണ് എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് ദയവായിട്ട് ഒഴിവാകുക. ഇങ്ങനത്തെ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മാറുന്നതാണ് നിങ്ങളുടെ എല്ലാ അർത്ഥത്തിലും നല്ലത്. അത് ഓർത്ത് വയ്ക്കുക എന്നുള്ളത്. ഫാമിലി ലൈഫ് വളരെയധികം സന്തുഷ്ടമായിട്ടാണ് കാണിക്കുന്നത്. ഫാമിലിയായിട്ട് യാത്ര പോകാനുള്ള അവസരവും സൂചിപ്പിക്കുന്നുണ്ട്. കുടുംബവും ഒത്തുചേർന്നിട്ട് വളരെ സന്തോഷം നൽകുന്ന, എന്നെന്നും ഓർത്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു യാത്ര നിങ്ങൾക്ക് ഈ ഒരു മാസം സാധ്യമാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മക്കളൊക്കെ വിദേശത്തുള്ളവർക്ക് വിദേശത്തേക്കുള്ള ഒരു യാത്ര സാധ്യമാകുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ കുടുംബമായിട്ട് ഒത്തുചേർന്നിട്ട് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ
ജീവിതത്തിൽ ആദ്യമായിട്ട് വിദേശത്തേക്ക് പോകുന്നതോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള മാസമാണിത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.